ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ആദ്യം വരുന്ന രാജ്യ തലസ്ഥാനം ഏതാണ്? ആൽഫബറ്റിക്കൽ ഓർഡറിൽ വരുന്ന ആദ്യ രാജ്യ തലസ്ഥാനമാണ്. ഓപ്ഷൻ എ ഏതൻസ്, ഓപ്ഷൻ ബി അബുദാബി, ഓപ്ഷൻ സി ആഡിസ് അബാബ, ഓപ്ഷൻ ഡി ഏതൻ, ഓപ്ഷൻ ഇ ആംസ്റ്റർഡാം. സാർ അബുദാബി. അബുദാബി എ ബി അതാവുമ്പോ ആദ്യല്ലേ എ കഴിഞ്ഞ് ബി. അബുദാബി. ഓപ്ഷൻ ബി പൂട്ടി. സാറിന്റെ കണ്ണി നോക്കുമ്പോ പേടിയാവുന്നു. അപ്പൊ കുറച്ചു നേരം എന്റെ കണ്ണിൽ തന്നെ നോക്കി നിൽക്കും, അപ്പൊ പേടി മാറും. മാറിയോ ഇപ്പോ? സാറിന് ഇപ്പൊ ഒരു ചിരിയുണ്ട്. അതാ ഞാൻ ചിരിച്ചാണ് എപ്പോഴും. ഞാന് എന്റെ അത്രയും ചിരിക്കുന്ന ലോകത്തിൽ ഒരു ക്വിസ് മാസ്റ്റർ ഉണ്ടാവത്തില്ല. സാധാരണ ക്വിസ് മാസ്റ്റർ എങ്ങനെയാണ്? ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ആദ്യം വരുന്ന രാജ്യം, അങ്ങനെയല്ലേ? അങ്ങനെയല്ലല്ലോ. ഏതാണ് ഇങ്ങനെയല്ലേ ചോദിക്കുന്നത്? അപ്പൊ ഞാൻ പൂട്ടി. അബുദാബിയാണ് താങ്കൾ പറഞ്ഞ ഉത്തരം. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. പറയൂ കുട്ടേട്ടാ. അഞ്ജു എസ് നായറിന് വളരെ ചെറിയ ഒരു ആഗ്രഹം കൂടി ബാക്കിയുണ്ട്. സ്പേസിൽ പോയിട്ട് ജെംസ് മിഠായി മുകളിലേക്ക് എറിഞ്ഞു കഴിക്കണം. കുട്ടേട്ടൻ അതും കണ്ടുപിടിച്ചു. ഓക്കെ, സ്പേസിൽ പോണെന്നാണ്. അത് വേണമെങ്കിൽ ഇപ്പൊ പോകാൻ പറ്റും. ഇപ്പൊ സ്പേസിലേക്കുള്ള ടൂറിസ്റ്റ് വണ്ടികളൊക്കെ പോയി തുടങ്ങി. അല്ല, ഞാൻ പറഞ്ഞ ഇങ്ങനെ ഇങ്ങനെ എറിഞ്ഞിട്ട് ഇങ്ങനെ അതിന് പിന്നാലെ ഓടി നടന്ന് കഴിക്കുന്ന ഒരു രസമല്ലേ? മിക്കവാറും 1 കോടി രൂപയാകുമ്പോഴത്തേക്ക് നമ്മള് കുറച്ച് പകുതി ദൂരം എത്തും. നമുക്കിനി എത്ര രൂപയുടെ ചോദ്യമാണ്? 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. മോണിറ്റർ. അഞ്ജു, വീട്ടിലെ സാഹചര്യമൊക്കെ എങ്ങനെയാ? അത്യാവശ്യം കാശുള്ള വീട്ടിലാണോ നിങ്ങളതോ? ഒരു മിഡിൽ ക്ലാസ്. അതെ, അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടല്ലോ. അച്ഛന് കൃഷിയുണ്ട്. എന്ത് കൃഷിയാ? ഈ പറയുന്ന ഇഞ്ചിയുണ്ട്, പിന്നെ റബ്ബറാണ്. റബ്ബറിന് വിലയില്ല. വില കുറച്ച് കൂടിക്കൊണ്ടിരിക്കല്ലേ ഇപ്പൊ? ഓക്കെ, ആരെഴുതിയ നോവലാണ് പറങ്കിമല? ഓപ്ഷൻ എ പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ഓപ്ഷൻ ബി പാക്കനാർ, ഓപ്ഷൻ സി കാക്കനാടൻ, ഓപ്ഷൻ ഡി മുട്ടത്ത് വർക്കി, ഓപ്ഷൻ ഇ സുഭാഷ് ചന്ദ്രൻ. ഈ നോവലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട് പക്ഷെ സിനിമയായിട്ടുണ്ട്, വന്നു പോയിട്ടുണ്ട്. കാരണം എവിടെ ഒരു സ്പാർക്ക് വന്നിട്ടുണ്ട്. ഈ പറങ്കിമല എന്ന് പറഞ്ഞാല് കൊട്ടാരക്കരയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലോ. കൊട്ടാരക്കരയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ കൊല്ലം ചെങ്കോട്ട ട്രെയിൻ പോകുന്നൊരു സ്ഥലത്ത് കൊട്ടാരക്കര എത്താറാകുമ്പം ഒരു ചെറിയ പാലമുണ്ട്. ആ പാലത്ത് നിന്നാൽ പറങ്കിമലയുടെ സ്ഥലം കാണാം. പറയണോ കിറ്റിയണോ എന്നുള്ളൊരു സംശയം. ഒരു തീരുമാനം എടുക്കൂ. ഞാൻ ക്വിറ്റ് ചെയ്യുന്നു സാർ. അപ്പോ ഞാൻ പൂട്ടി. ഇനിയിപ്പോ ഓക്കെ, ഇനിയിപ്പോ ധൈര്യമായിട്ട് ഒരു പേര് പറയും. നമുക്കൊരു 35,000 രൂപ കയ്യിലുണ്ട്. കാക്കനാട് ആയാലോ? അത് ശരി ഉത്തരമായിരുന്നു. കാക്കനാടനാണ് ശരി ഉത്തരം. ഞാൻ പറയാൻ കാര്യം, ആ ഏരിയയിൽ ഇവിടെ കുറച്ചു കാലം താമസിച്ചിട്ടുണ്ട്. അത് കൊല്ലത്തായിരുന്നു അവസാന കാലം ഉണ്ടായിരുന്നു. ശരിക്കും അതിന്റെ ഉത്തരം അറിയത്തില്ലായിരുന്നു. ഞാനാണെങ്കിൽ മേ ബി മുട്ടത്ത് വർക്കി ജനിച്ചത് തിരുവല്ലയാണ്, പക്ഷെ അദ്ദേഹം കൂടുതൽ കാലം പിന്നെ ജീവിച്ചത് കൊല്ലത്താണ്. കുറെ കാലം ഡൽഹിയിലുണ്ടായിരുന്നു. കാക്കനാടൻ, മുകുന്ദൻ, ഒ വി വിജയൻ. അപ്പൊ ഇവരൊക്കെയാണ് ശരിക്കും ഒരു ആധുനികതയുടെ വിപ്ലവം ഉണ്ടാക്കി.